നമ്മുടെ പ്ലസ് ടു റിസൾട്ട് വന്നിരുന്നു. പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ തന്നെ നമുക്കറിയാം 77.8% വിജയ ശതമാനം. അപ്പം അതിനർത്ഥം ഏകദേശം ഒരു 1,24,000-ഓളം ആളുകൾ പ്ലസ് ടു എക്സാമിന് പാസ്സായിട്ടുണ്ട്. അപ്പോൾ പ്ലസ് ടു എക്സാമിന് പാസ്സായില്ല എന്ന് കരുതി നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കുകയൊന്നുമല്ല ചെയ്തത്. നമുക്ക് എന്തായാലും സേ എക്സാം എഴുതാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചൊരു മാർക്ക് എന്തെങ്കിലും നിങ്ങളുടെ കാരണത്താലോ അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലാവാൻ ചിലപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നത്. അപ്പോൾ എന്തായാലും പ്ലസ് ടുവിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാം അതിനുള്ള ആപ്ലിക്കേഷൻസ് വെച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ എക്സാം നടക്കാൻ പോകുന്ന ഡേറ്റ് ഈ പറയുന്ന ജൂൺ 23-ാം തീയതി മുതൽ ജൂൺ 27-ാം തീയതി വരെയുള്ള സമയത്താണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകൾ ഡെഫിനറ്റ്ലി നമ്മളെല്ലാ ക്ലാസ്സുകളും ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും നമ്മുടെ ചാനൽസിൽ കിടപ്പുണ്ട്. അതുപോലെ ഓൾറെഡി ആപ്പിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് അതിൻ്റെ ആക്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എന്തായാലും ഇനി നമുക്കുള്ളത് ഒരു മാസത്തെ സമയമാണ്. അപ്പം നമ്മുടെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഏത് ഡയറക്ഷനിലോട്ട് തിരിഞ്ഞാലും പ്ലസ് ടു മാർക്കിനെ ബേസ് ചെയ്താണ് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇനി എനിക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് ഇനി ഏതെങ്കിലും കോഴ്സിന് പോകാൻ പറ്റുമോ എന്നൊന്നും ചിന്തിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മാസം എന്ന് പറയുന്ന സമയം നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ, നിങ്ങൾക്ക് എല്ലാം കൂടി പഠിക്കേണ്ട ആവശ്യമൊന്നും കാണില്ല. നിങ്ങൾ പോയ ഏതെങ്കിലും 1-2 സബ്ജക്റ്റുകളാകാം, ഇനി എത്ര തന്നെ സബ്ജക്റ്റ് ആയാലും ആ വിഷയങ്ങൾ എടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഡെഫിനറ്റ്ലി നമ്മുടെ പബ്ലിക് എക്സാമിന് അത്രയും ഡിഫിക്കൽട്ട് ആവില്ല. ഈ പ്രാവശ്യം പറയുകയാണെങ്കിൽ പ്ലസ് ടുക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമ്മൾ പബ്ലിക് എക്സാമിന് കണ്ടത്. അത് തന്നെയാണ് ഇത്രയധികം ഫെയിലിയേഴ്സ് ഉണ്ടാകാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സേ എക്സാം അത്രമേൽ ഡിഫിക്കൽട്ട് ആയ രീതിയിലാവില്ല എക്സാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഒന്ന് ഡെഫിനറ്റ്ലി വീണ്ടും ഒന്നുകൂടി കാണുക. ഈ ഒരു മാസം നിങ്ങൾ കറക്റ്റായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പം എക്സാം ഡേറ്റുകൾ മറക്കില്ല, ജൂൺ 23 മുതൽ ജൂൺ 27 വരെയുള്ള ദിവസങ്ങളാണ്. അപ്പം ഇനി അതിനുള്ള സമയങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അതിനുശേഷം നമ്മുടെ ഡിഗ്രി അലോട്ട്മെൻറ്റുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ആകെ MG യൂണിവേഴ്സിറ്റി മാത്രമാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചത്. അപ്പം അതിനുശേഷം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, കേരള യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, അതുപോലെ ഓരോ ഓട്ടോണമസ് കോളേജുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഓട്ടോണമസ് കോളേജിലേക്കൊക്കെ നമ്മൾ ആ കോളേജുകളിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം അതിനുള്ള സമയങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഫെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അഡ്മിഷൻ കിട്ടും. ഇപ്പോൾ ഡിഗ്രി ആകാം, അല്ലെങ്കിൽ പല പല ഡിപ്ലോമ കോഴ്സുകളാകാം, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബേസിക് തിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് തന്നെ ഓക്കെ പ്ലസ് ടു പോയി, ഇനിയിപ്പോൾ എൻ്റെ ലൈഫ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കാണ്ട് ഈ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പോയ വിഷയങ്ങളെ എഴുതിയെടുക്കുക. കാരണം പ്ലസ് ടു പാസ്സാകുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് കോഴ്സുകളും അവൈലബിൾ ആണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു പാസ്സായിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിലും നമുക്ക് മുന്നോട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ കോമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ലാസ്സുകൾ കണ്ടാൽ മാത്രം മതി. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ആ ക്ലാസ്സുകളെ ഒന്നുകൂടെ കാണുക. ആൻഡ് ദെൻ നിങ്ങൾ എക്സാമിന് ഈ ഒരു സമയം എക്സാമിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ആൻഡ് ദെൻ പ്ലസ് ടു നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുക.